ഹായ്, നമുക്ക് വാട്സപ്പിലേക്ക് പല അനാവശ്യ മെസ്സേജുകൾ വരാറുണ്ട്. ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ആയിരിക്കും, പക്ഷെ നമുക്ക് തീരെ താല്പര്യമില്ല. അത് ചിലപ്പോൾ ഗ്രൂപ്പിൽ നിന്നായിരിക്കും മെസ്സേജ് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് വരെ ബ്ലോക്ക് ചെയ്യാനും പറ്റുന്നില്ല. കാരണം ബ്ലോക്ക് ചെയ്താൽ അവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പല ആളുകൾക്കും ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായ നമുക്ക് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ഒക്കെ ഉപയോഗിക്കലുണ്ട്. പക്ഷെ നമുക്ക് വാട്സപ്പ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ വാട്സപ്പിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യും. പക്ഷെ ചില ഫ്രണ്ട്സിന്റെ ചാറ്റുകളൊന്നും നമുക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അവരുടെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാനും ബുദ്ധിമുട്ടാണ്, കാരണം അവർക്കത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ ഒരു ചാറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ചാറ്റിൽ നിന്നാണ് എനിക്ക് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ വരുന്നത്. എനിക്ക് അങ്ങോട്ടേക്ക് പറയാനും വയ്യ, ബ്ലോക്ക് ചെയ്യാനും വയ്യാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ ഒരു ചാറ്റ് ഇവിടെ കണ്ടില്ല, അതൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏറ്റവും മുകളിലുള്ള ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് കൃത്യമായി ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ബ്ലോക്ക് കൊടുത്താലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല, നിന്റെ മെസ്സേജുകൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പക്ഷേ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ മെസ്സേജുകൾ അതുപോലെ തന്നെ കോളൊന്നും ഇനി നമുക്ക് വരില്ല. അപ്പൊ അവർ നമുക്ക് മെസ്സേജോ കോളോ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്ഷനാണ് ഇനി പറയുന്നത്. അതിൽ 1-2 സെറ്റിംഗ്സുകൾ കൂടെ ഉണ്ട്. അവസാനത്തെ സെറ്റിംഗ്സ് ഏറ്റവും അടിപൊളിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചാറ്റിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിന് മുകളിൽ 3 ഡോട്ട്സ് ഉണ്ടല്ലോ സെറ്റിംഗ്സിൽ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആർക്കൈവ് ചാറ്റ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കൈവ് ചാറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൽ തന്നെ 2-3 സെറ്റിംഗ്സുകൾ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ആർക്കൈവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ചാറ്റ്സ്, ആ ചാറ്റ് ഇവിടെ ആർക്കൈവ് ആയിട്ടുണ്ട്. ആർക്കൈവ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് അത് പോയി. അത് എവിടെയാണുള്ളതെന്ന് അറിയോ? അതിന്റെ തൊട്ട മുകളിൽ ആർക്കൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, അവിടെയാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇനി നമുക്ക് കാണുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ആൾ. അപ്പൊ ഇയാൾ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ തുരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് എവിടെ പോയി നിൽക്കുകയാണ്? ഈ ആർക്കൈവ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണത് പോയി നിൽക്കുന്നത്. ഇനി നമുക്കത് കാണുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ആർക്കൈവ് ഫോൾഡറിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ നേരെ തിരിച്ച് നമ്മുടെ മെയിൻ സെന്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ മുകളിൽ ആ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ മുകളിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ചാറ്റിന്റെ നേരെ മുകളിൽ അയാളുടെ പേര് കാണുന്നില്ല, അവന്റെ നേരെ മുകളിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് മുകളിൽ ഏറ്റവും മേലെ ഇത് അൺആർക്കൈവ് ചാറ്റ് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ലേ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എന്താവും? നേരെ തിരിച്ച് നമ്മളെ നോർമൽ ചാറ്റിലേക്ക് വരും. അത് ഞാൻ കാണിച്ചു തരാം. നോർമൽ ചാറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലും നല്ലൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാറ്റ് എന്ത് ചെയ്യുക? ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആർക്കൈവ് ചാറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആർക്കൈവ് ചാറ്റ് കൊടുക്കുക. അങ്ങനെ ആർക്കൈവ് ചാറ്റ് കൊടുത്താൽ ഇത് നേരെ ആർക്കൈവിലേക്ക് തന്നെ പോകുന്നുണ്ട്. ആ ആർക്കൈവിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഇവിടെ ആർക്കൈവ് ചാറ്റിലേക്ക് പോവാം. ആർക്കൈവ് ചാറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ചാറ്റ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ആ ചാറ്റിന്റെ മുകളിൽ ഒന്നുകൂടി ലോങ് പ്രസ് ചെയ്യുക. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. അത് നമുക്ക് നോർമൽ ചാറ്റിലും ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ ഞാൻ ആർക്കൈവ് ചാറ്റിലാണ് കാണിക്കുന്നത്. ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ലോക്ക് ചാറ്റ് എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ലോക്ക് ചാറ്റിൽ ക്ലിക്ക് ചെയ്യാം. ആ ലോക്ക് ചാറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ലോക്ക് ചാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എൻ്റർ ചെയ്യാം. ലോക്ക് ചാറ്റിൽ നിന്ന് പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഒരു മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതായത് ഈ ലോക്ക്ഡ് ചാറ്റ് വരുന്നത് നമുക്ക് നേരെ ആർക്കൈവിൽ നിൽക്കില്ല, നേരെ അത് നോർമൽ ചാറ്റിലേക്ക് തന്നെ പോകുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ലോക്ക്ഡ് ചാറ്റ് നേരെ ഓർഡിനറി ചാറ്റിലേക്ക് തന്നെ പോകുന്നില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ ടിപ്പ് എന്തെങ്കിലും വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പാസ്വേഡ് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. നമ്മൾ എന്തെങ്കിലും ഒരു സീക്രട്ട് കോഡ് കൊടുക്കുന്ന സമയത്ത് ആ സീക്രട്ട് കോഡ് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ഒരു സീക്രട്ട് കോഡ് കൊടുക്കുക. ഇതുകൂടി അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നേരെ ഹൈഡ് ആയിട്ട് അവിടെ വന്ന് നിൽക്കും. അപ്പൊ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള ചാറ്റുകളെ ബ്ലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ശല്യം നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.